വി ഡി സതീശൻ ഇന്നലെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണോ എന്നറിയില്ല. BJP വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ ചില പീഡന പരാതികൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വലിയ ബോംബായി മാറിയിട്ടില്ല. അത് ബോംബായി മാറിയില്ല, ഒരു നനഞ്ഞ പടക്കം പോലെയാണ്. പക്ഷെ കാരണം ഇത് ഇന്നലെ തന്നെ അരുൺ, റിപ്പോർട്ടർ ചാനലിലെ അവതാരകനായ അരുൺ ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ ഒരു കേസുണ്ട്, അതൊരു നനഞ്ഞ പടക്കമായി മാറുമെന്ന് അദ്ദേഹം ഇന്നലെ പറയുകയാണ്. അല്ല, അത് വളരെ കൃത്യമാണ്. ആ കേസ് 2014-15 ആ കാലം തൊട്ടുള്ള ഒരു കേസാണ്. അതൊരു കുടുംബ വഴക്ക്, സ്വത്ത് തർക്കമാണ് പിന്നീട് പീഡനത്തിലേക്കും പീഡന പരാതിയിലേക്കും ഒക്കെ പോയത്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഈ പാലക്കാട് കൃഷ്ണകുമാർ ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറാണ്. അവിടെ ഇപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. അതിനു മുമ്പ് മലമ്പുഴയിൽ VS-നോട് 2 വട്ടം മത്സരിച്ചു, തോറ്റു. പക്ഷെ തോൽവിയുടെ ആഘാതം കുറച്ചു കൊണ്ടുവന്ന ആളാണ്. ക്ഷമിക്കണം, 2021 മത്സരിച്ചത് VS അല്ല, മറ്റൊരാളാണ്. പക്ഷെ BJP-യും CPM-ഉം തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു, പിന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു, ഏതാണ്ട് 2.5 ലക്ഷം വോട്ട് പിടിച്ചു. ഒന്നും ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൃഷ്ണകുമാറിനെതിരെ ഈ 2014-15 കാലം തൊട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു പരാതിയാണ്. അത് കുടുംബ വഴക്കാണ്. ഭാര്യയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യയുടെ അമ്മയും സഹോദരിയും ഒക്കെ ഇവരുടെ എതിർസ്ഥാനത്ത് നിന്നുകൊണ്ട് വരുന്ന, ഇവർ പരസ്പരമുള്ള സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളാണ് അതൊക്കെ. അത് വളരെ നേരത്തെ തന്നെ അന്ന് BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന V മുരളീധരൻ, പിന്നീട് വന്ന കുമ്മനം രാജശേഖരൻ, അതിനുശേഷം വന്ന ശ്രീധരൻ, കോടതിയിലെത്തി. K സുരേന്ദ്രൻ, എല്ലാവരുടെ കയ്യിലും ഈ പരാതി എത്തിയിട്ടുണ്ട്. ഇത് കോടതിയിലും എത്തി, പോലീസ് കേസൊക്കെ ആയി ഇത് കോടതിയിലും എത്തി. കോടതി ഇത് തള്ളിക്കളഞ്ഞതാണ് ഈ വിഷയങ്ങൾ. അതുപോലെ തന്നെ BJP-യുടെ ഈ ഇത്രയും കാലം വന്ന 2014 മുതലുള്ള സംസ്ഥാന പ്രസിഡന്റുമാരെല്ലാം പരിശോധിച്ച് വലിയ കഴമ്പില്ല, അത് അവരുടെ കുടുംബ വഴക്കാണ്, നമ്മൾ അതിനകത്ത് ഇടപെടണ്ട, പാർട്ടി അതിനകത്ത് ഇടപെടണ്ട എന്നൊരു നിലപാടെടുത്തതാണ്. ആ കേസാണ് ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. അത് സന്ദീപ് വാര്യർ എതിർപക്ഷത്ത് പോയപ്പോഴേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് പാലക്കാടുള്ള BJP പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ സന്ദീപ് വാര്യരാണോ ഇതിന്റെ പുറകിലെന്ന് നമുക്കിപ്പോഴും ഉറപ്പിച്ചു പറയാൻ തന്നെ ഇത് വാർത്ത വന്ന ഇന്ന് അല്ല, സന്ദീപ് വാര്യർ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ പാൽ സൊസൈറ്റി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് പരാമർശം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ അതൊരു നനഞ്ഞ പടക്കം, അല്ലെങ്കിൽ അത് സതീശന്റെ കയ്യിലിരുന്ന് തന്നെ പൊട്ടി എന്ന് വേണം പറയാൻ. സത്യത്തിൽ അത് കോൺഗ്രസിന് ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയാണ്. കോൺഗ്രസ് വലിയ കാര്യത്തിൽ ഞങ്ങളിതാ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് മറ്റേ മിഥുനം സിനിമയിൽ മന്ത്രവാദി പറയുന്നത് പോലെ പറഞ്ഞ് കൊണ്ടുവന്നൊരു സാധനമാണ്. പക്ഷെ അത് പൊട്ടിയപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വെറും ഈ നനഞ്ഞ പടക്കമായി പോയി. അതിൻ്റെ ഒരു ശബ്ദം പോലും ശരിക്ക് പുറത്തു വന്നില്ല. അത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ അത് വെളിപ്പെടുത്തി, ആ വെളിപ്പെടുത്തൽ വാർത്തയായി, ആ വാർത്ത ഒന്ന് റോൾ ചെയ്ത് ഒരു തികച്ചും ഒരു 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അത് ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താം എന്നല്ലാതെ രാഹുലിന് നേരെ ഉയർന്ന ഈ ആരോപണങ്ങൾക്കും പരാതികൾക്കും ഈ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾക്കും ഒക്കെ തടയിടാൻ മാത്രം, അതിനെ പ്രതിരോധിച്ച് നിർത്താൻ മാത്രമുള്ള ശക്തി ഇതിനൊന്നുമില്ല. ഇപ്പം നമുക്ക് ഇന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ വളരെ ദുർബലമാണ്. അവരെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ രാഹുലിനെതിരെ ഇത്രയും ആക്ഷേപം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാനാകാതെ പാർട്ടി വെള്ളം കുടിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി. ആ സമയത്തും രാഹുൽ സ്വയം പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പാർട്ടി വലിയ തോതിൽ രാഹുലിനെ പ്രതിരോധിക്കാനാകാതെ ഉഴറുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞത്. അതിനുശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിഷയം അവിടെ തീരില്ല എന്ന് മനസ്സിലായപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഷൻ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഈ എഴുന്നള്ളിച്ച് നടന്ന കാളയെ കൊണ്ട് BJP ഓഫീസിന്റെ മുന്നിൽ കെട്ടിക്കോ, അതുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തേണ്ടി വരും എന്ന മുന്നറിയിപ്പൊക്കെ കൊടുത്ത് വലിയ രീതിയിൽ ഒരു ബോംബ് പൊട്ടിക്കുന്നു എന്ന ഒരു പ്രതീതിയിൽ ഈ സാധനം പൊട്ടിച്ചത്. പക്ഷെ അത് ഒരിടത്തും ഏറ്റില്ല. അതിനൊരു ഒരു എന്താ പറയുക, മാരകമായൊരു ശബ്ദം പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ CPM-നെതിരെയും ഇതുപോലെ VD സതീശൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. CPM അങ്ങനെ സന്തോഷിക്കേണ്ട,
നിങ്ങൾക്കെതിരെയും എൻ്റെ കയ്യിൽ ബോംബുണ്ട്, അത് ഞാൻ പൊട്ടിക്കും എന്നൊക്കെ. CPM-നെതിരെ എന്തോ ഒരു വലിയ അഴിമതി ആരോപണമാണ് വി ഡി സതീശൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് അനുമാനിക്കുന്നത് മാധ്യമപ്രവർത്തകർ. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ നനഞ്ഞ പടക്കമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ ഇങ്ങനെ ചില എന്താ പറയുക, ഈ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകൾ കൊണ്ട് കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനാകുമോ എന്ന പരീക്ഷണമാണ് നടക്കുന്നത്. അതെങ്ങും എത്തില്ല. അത് കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കും. കോൺഗ്രസ് ഈ പറയുന്നത് പോലെ രാഹുലിനെ പ്രതിരോധിക്കാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് രാഹുലിനെ പാർട്ടിക്ക് പുറത്താക്കിയാൽ, രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നില്ല, അപ്പോൾ പറയാം ഞങ്ങളെ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു, അത് രാഹുൽ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ വിവാദത്തിൽ നിന്ന് കോൺഗ്രസിന് തലയൂരാമായിരുന്നു. ഇപ്പോഴും ഉയർന്നിരിക്കുന്ന ഈ നാണക്കേട് നിന്ന് കോൺഗ്രസിന്റെ ചുമലിൽ നിന്ന് അതിന്റെ ഭാരം കുറയുമായിരുന്നു. പക്ഷെ അവിടെ അതിന് നിൽക്കാതെ ഈ രാഹുലിനെ സംരക്ഷിക്കുന്ന, രാഹുൽ തെറ്റുകാരനാണോ അല്ലയോ എന്നൊക്കെയുള്ള ചോദ്യം രണ്ടാമത്. ഇവിടെ ആദ്യത്തെ ചോദ്യം, കോൺഗ്രസിന് ഇതിൽ നിന്ന് എങ്ങനെ തലയൂരാം, അത് സാധിച്ചില്ല എന്നുള്ളതാണ്. ആ മെയ്വഴക്കം വി ഡി സതീശൻ ഉണ്ടായില്ല. ഒരു പക്ഷേ കെ കരുണാകരനോ AK ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഒക്കെ ആയിരുന്നെങ്കിൽ വളരെ സമർത്ഥമായിട്ട് ഈ ഒരു ക്രൈസിസിനെ അതിജീവിച്ചേനെ എന്ന് നമുക്ക് ഇപ്പോൾ ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ അങ്ങനെ തോന്നി അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതിന് സാധ്യതയുണ്ട്. കാരണം അവരൊക്കെ പല കാലങ്ങളിൽ പല രീതിയിൽ പയറ്റി തെളിഞ്ഞവരാണ്. ഇവിടെ രാഹുലിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. രാഹുല് മൂക്കാതെ പഴുത്ത ഒരു പഴമാണ്. അപ്പോൾ ആ പഴത്തിന് രുചി കാണില്ല, അത് പെട്ടെന്ന് തന്നെ ചീത്തയാവും, ചീഞ്ഞളിഞ്ഞു പോവും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. മൂത്ത് പഴുക്കേണ്ടതായിരുന്നു, മൂക്കാതെ പഴുത്തു. അതിൻ്റെ ഫലം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ കോൺഗ്രസിന് പക്ഷേ അത് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും, ഇനി കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും ജനവികാരം കോൺഗ്രസിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസിന് ഇത് വളരെ സമർത്ഥമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യാമായിരുന്നു. ഞങ്ങൾ MLA സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശിച്ചു, രാഹുൽ അത് അനുസരിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ജനങ്ങൾക്കൊരു തോന്നലുണ്ടാവും, ഇയാൾ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്, ഇനിയിപ്പം അയാൾ ഇനിയും ഇതിങ്ങനെ ചെയ്താൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇങ്ങനൊരു വിശ്വാസം ജനങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് ഉണ്ടാകുമായിരുന്നു. അത് കളഞ്ഞു വിളിച്ചു. അതിന് പകരം ഈ ഒരു നനഞ്ഞ ഏറുപടക്കം കൊണ്ടുവന്ന് BJP-ക്കെതിരെ എറിഞ്ഞു. അത് പൊട്ടിയില്ല, അത് വെറുതെ പുകഞ്ഞു, നനഞ്ഞു പോയത് കൊണ്ട് തന്നെ അത് പുകഞ്ഞു അവിടെ കിടന്ന് ഈ അന്തരീക്ഷത്തിൽ പുക നിറഞ്ഞ് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതേ ഉള്ളൂ. അല്ലെ, ഇതിപ്പോൾ വി ഡി സതീശനാണ് പ്രശ്നമായിരിക്കുന്നത്. അതിൽ തന്നെ ഒരു സിനിമയുടെ ദൃശ്യവുമായി ബന്ധപ്പെട്ട് പല ദൃശ്യങ്ങളും പ്രചരിച്ചല്ലോ. കാരണം കാക്കക്കുയില്ലേ, നമ്പീശൻ, അതിപ്പോ ഇന്നലെ ട്രോളായിരുന്നെങ്കിൽ ഇത് സത്യമായി. BJP-യെ പിടിച്ചു കുലുക്കുന്ന മറ്റേ കാളയല്ല, എന്തായാലും BJP-കാർ അവിടെ എന്ത് ചെയ്യുന്നത്? ഇനിയിപ്പോ അവർക്ക് പറയാൻ ഒരു ഇതായി, ഞങ്ങള് കാള BJP ഓഫീസിൽ തന്നെ കെട്ടിയിട്ടുണ്ട്, ഒരിക്കൽ കൂടി സതീശന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ പോവുകയാണെന്ന് അവർ പറയും. അപ്പൊ ഇതൊക്കെ പക്വതയില്ലാത്ത, ഒരു വീണ്ടും വിചാരമില്ലാത്ത സാഹസ ബുദ്ധിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും അല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം വളരെ തന്ത്രപരമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണമാണ്. ആ പ്രതിസന്ധിയെ തന്ത്രപൂർവ്വം മറികടക്കുക എന്നുള്ളതാണ്. ഒരു കാലത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് അതിനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ ആ കഴിവ് ഇന്നത്തെ തലമുറയിൽപ്പെട്ട നേതാക്കൾ അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരാജയം. CPM-ന്റെ കാര്യത്തിലും മറിച്ചൊന്നും അല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP അങ്ങ് കോൺഗ്രസിനെ പോലെയോ CPM-നെ പോലെയോ ഒരുപാട് നാൾ അധികാരത്തിലൊന്നും കേരളത്തിൽ ഇരുന്ന പാർട്ടിയല്ല. ആകെപ്പാടുണ്ടായിരുന്നത് ഒരു MLA ആണ്. അത് ഇപ്പോൾ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അങ്ങനെയൊന്നും നാറാൻ പോകുന്നില്ല അവര്. മാത്രമല്ല BJP-ക്ക് ഈ CPM-നെ പോലെ ഒരു കേഡർ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ കേഡർ വോട്ടിന് എന്തൊക്കെ സംഭവിച്ചാലും നഷ്ടപ്പെടില്ല. ഇപ്പൊ വാസ്തവത്തിൽ കോൺഗ്രസ് അല്ല, ഇത് കോൺഗ്രസ് കാണിക്കുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചാടി ഇറങ്ങുന്നതുണ്ട്. അവസാനം കന്യാസ്ത്രീകൾ നന്ദി പറഞ്ഞു പോകുന്നതുണ്ട് രാജീവിന് മുന്നിൽ. അതുപോലെയാണ് ഈ വിഷയത്തിൽ അവരുടെ ഭരിക്കുന്ന പാർട്ടിയായ CPM-നെ ആയിരുന്നു ലക്ഷ്യമിടേണ്ടിയിരുന്നത്. BJP അല്ല ലക്ഷ്യമിടേണ്ടിയിരുന്നത്.
ഒന്നാമത്തെ കാര്യം അല്ല, ഇത് BJP-ക്ക് ലഭിക്കുന്ന ഒരു ലോട്ടറിയാണ്. ഏത് വിവാദം ഉണ്ടെങ്കിൽ തങ്ങളുടെ പേര് വരും. അതെ അതെ, അതായത് BJP-യെ മനഃപൂർവ്വം ആക്രമിക്കുകയാണ്. അത് കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് ചേർന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാകും നിരന്തരം. അതെ, നിരന്തരം ചർച്ചയാവും. അത് BJP-ക്ക് ഗുണം ചെയ്യും. അത് ഇവർക്ക് കാണാൻ പറ്റിയില്ല. ഇത് ചീറ്റിപ്പോകും എന്നുള്ള കാര്യം ഒന്നാമത്തെ എന്താ പറയാ, ഒന്നാമതായിട്ട് ഇത് ചീറ്റിപ്പോകുമെന്നുള്ള ഒരു ദീർഘവീക്ഷണം ഇവർക്കില്ലാതെ പോയി. അത് കണക്കൂട്ടി എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം, ഇത് BJP-ക്ക് ഗുണം ചെയ്യും എന്നുള്ള തിരിച്ചറിവ് ഇവർക്കില്ലാതെ പോയി. ഇതൊക്കെയാണ്. നേരെ മറിച്ച് അല്ല, പൊതുസമൂഹത്തിൽ BJP അതാണ് ആഗ്രഹിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ആഗ്രഹിക്കുന്നത് എന്താണ്? തങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നേതാക്കളുടെ ഇടയിൽ പൊതുസമൂഹത്തിൽ ചർച്ച ഉണ്ടാകണമെന്നാണ്. അതെ, പക്ഷെ അതാണ് ഇപ്പോൾ കോൺഗ്രസ് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അത് ഇന്നത്തെ നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരത് നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. കാരണം അത്രയും സമയം മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. നാളെ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ജനം ഇതൊക്കെ മറക്കും. അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നേതാവ് പിന്നെ എവിടെ പോയി, തലയിൽ മുണ്ടിട്ടോണ്ട് പോയോ, മുണ്ടിടാതെ പോയോ, കള്ളു കുടിച്ചോ, ഏത് വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു, ഇതൊന്നും ജനങ്ങളെ സംബന്ധിച്ച് വലിയ വിഷയമൊന്നുമല്ല. അവരത് പണ്ടും കണ്ണടച്ചിട്ടുണ്ട്, ഇനിയും കണ്ണടയ്ക്കും. അവരെ സംബന്ധിച്ച് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ വിലക്കയറ്റം എവിടെ ചർച്ച ചെയ്യുന്നു? കോൺഗ്രസ് അതിനെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. ഈ സന്ദർഭത്തിൽ പോലും കോൺഗ്രസ് അതിനുവേണ്ടി ഓണമാണ്, വിലക്കയറ്റം നിയന്ത്രിക്കണം. വെളിയിൽ 400 രൂപയ്ക്ക് കിട്ടുന്ന വെളിച്ചെണ്ണയ്ക്ക് സർക്കാർ സബ്സിഡിയോട് കൂടി കിട്ടുന്നത് 475 രൂപയാണ്. അപ്പോൾ ഈ വ്യത്യാസം പോലും വന്നിട്ട് അത് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരാജയം. അവിടെ VD സതീശൻ ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരിക്കും, പക്ഷെ ഒരു നല്ല കോൺഗ്രസ് നേതാവായിട്ട് കോൺഗ്രസിനെ നയിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അറിയുന്ന ഒരു നേതാവാണ്. മാറിയതിനു ശേഷം നിരന്തരം തിരിച്ചടികളാണ് കോൺഗ്രസിന്. അതെ, സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം കോൺഗ്രസിന് വെച്ചടി കയറ്റമല്ല, വെച്ചടി ഇറക്കമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.